വിശ്വാസികൾക്ക് ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ആളായിട്ട് മാറണം. അത് പാർട്ടിയിൽ വന്നതിന് ശേഷം വരുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഒരു വിശ്വാസിയായിട്ടൊരാള്, ഒരു പുരോഹിതൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതനും പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും. പക്ഷെ പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ട് അയാൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്ക് മാത്രമേ പാർട്ടിയിൽ തുടരാൻ സാധിക്കുള്ളൂ. ആരാധനാലയങ്ങളുടെ ഭാരവാഹി സ്ഥാനം പാർട്ടി മെമ്പർമാർ ഏറ്റെടുക്കാൻ പാടില്ല. ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബന്ധപ്പെട്ട പാർട്ടികളിൽ അംഗത്വം എടുക്കണമെങ്കിൽ മതനിഷേധിയാകണമെന്നോ യുക്തിവാദിയാകണമെന്നോ അവയുടെ ഭരണഘടനകളിൽ വ്യവസ്ഥ വെച്ചിട്ടില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേവലം ഒരു ദാർശനിക പാർട്ടിയല്ല, പ്രായോഗിക രാഷ്ട്രീയ സംഘടന കൂടിയാണ്. ദാർശനികമായും രാഷ്ട്രീയമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിക്കുന്നവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കാൻ സന്നദ്ധരായവർക്കും ഒരുപോലെ അംഗത്വം നൽകുന്ന സംഘടനയാണ്. അക്കാര്യം EMS ചിന്തയുടെ ചോദ്യോത്തര പങ്ക്തിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. KT ജലീൽ എന്ന് പറയുന്ന എരപ്പൻ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ വായിച്ചത്. ആ ഭാഗത്തിൽ KT ജലീൽ അവകാശപ്പെടുന്നത് ലോകത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബന്ധപ്പെട്ട പാർട്ടികളിൽ അംഗത്വമെടുക്കാൻ മതനിഷേധിയാകണമെന്നുള്ള യുക്തിവാദിയാകണമെന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടില്ല എന്നാണ് KT ജലീൽ പറയുന്നത്. അത് KT ജലീൽ അല്പനായതുകൊണ്ടാണോ അതല്ല അല്പനായി അഭിനയിക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് സഖാവ് കോടിയേരി ബാലകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയുക? അപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. ഒരു വിശ്വാസിക്ക് മെമ്പർഷിപ്പ് കൊടുക്കും, അംഗത്വം എടുക്കാൻ സാധിക്കും. പക്ഷേ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ അടിയുറച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം പിന്നീട് അയാൾ നടത്തേണ്ടത്. അല്ലെങ്കിൽ അയാളെ പാർട്ടി അങ്ങനെ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പാർട്ടിയിൽ അംഗത്വം നൽകുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരു മതപുരോഹിതന് പാർട്ടിയിൽ അംഗത്വം കൊടുക്കും, പക്ഷേ എന്ത് ചെയ്യണം? ഉറപ്പ് നൽകണം പാർട്ടിക്ക്. എന്തുറപ്പ്? ഇനി അങ്ങോട്ട് എല്ലാം ഭൗതികതയാണ്, താൻ ഭൗതികവാദിയാകാൻ പോവുകയാണ്, അങ്ങനെ പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പ് പാർട്ടിക്ക് നൽകിയാൽ മാത്രമേ പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ അൽപ്പൻ പറയുന്നത് പോലെ അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടില്ല എന്നല്ല. ലോകത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങനെയുണ്ടല്ലോ. കേരളത്തിലെ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ പല പല പ്രത്യയശാസ്ത്രങ്ങളാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇത്തരത്തിൽ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് മേൽ ഉറപ്പ് നൽകിയാൽ മാത്രമേ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ. എന്തുകൊണ്ട് കഴിഞ്ഞ 20 വർഷക്കാലം KT ജലീൽ എന്ന് പറയുന്ന അൽപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം എടുക്കാതെ അവരോടൊപ്പം ചാഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രവർത്തനം മാത്രം മുന്നോട്ട് വെച്ചു? ഇപ്പോൾ 20 വർഷങ്ങൾക്കിപ്പുറം അംഗത്വം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 20 വർഷക്കാലം KT ജലീലിന് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ജലീല് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കേരളത്തിലെ CPMന് അവർക്ക് മുന്നിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. താൻ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു കാപട്യക്കാരനാകാം, ഞാനൊരു മുനാഫിക്കാകാം, അവിടെയും ഇവിടെയും കാല് വെക്കുന്നവനാവാം. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഭൗതികതയിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിശ്വാസിയുമാകും, അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുമാകും എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം കറ കളഞ്ഞ മുനാഫിക്ക്. ഈ ഉറപ്പ് പാർട്ടിക്ക് നൽകിയതിന് ശേഷം മാത്രമാണ് പാർട്ടി ഒരാൾക്ക് മെമ്പർഷിപ്പ് നൽകൂ എന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. എന്നാൽ ഇന്നലെ മെമ്പർഷിപ്പ് എടുത്ത സഖാവ് KT ജലീൽ പറയുന്നു,
അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. പക്ഷേ EMS നമ്പൂതിരിപ്പാട് അന്ന് ചിന്തയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചിന്ത എന്ന് പറയുന്നത് വരുന്ന ഒരു വാരികയാണ്. ചിന്തയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ EMS മരണപ്പെട്ട ശേഷം പാർട്ടിയെ നയിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് കോടിയേരി പറയുന്നു, പാർട്ടി മെമ്പർഷിപ്പ് നൽകണമെങ്കിലുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പുരോഹിതനും നൽകും എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അച്ഛന് നൽകും, പള്ളിയിലെ ഉസ്താദുമാർക്ക് നൽകും, മൗലവിക്ക് നൽകും, പൂജാരിക്കും നൽകും. ഒറ്റ കണ്ടീഷൻ എന്താണ്? മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൂജാരിയാകാൻ പറ്റില്ല, പിന്നെ മൗലവിയാകാൻ പറ്റില്ല. എന്തിന്? പള്ളിക്കമ്മിറ്റിയിലെ ഭാരവാഹിയാകാൻ പോലും പാടില്ല എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ജലീൽ പറഞ്ഞ ഈ വ്യവസ്ഥ വെച്ചിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ജലീൽ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? ജലീൽ കള്ളം പറയുന്നത് ജലീലിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. ജലീൽ എന്തുകൊണ്ടാണ് 20 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു മെമ്പർഷിപ്പ് എടുത്തത്? എന്തതാ? അത് മറ്റൊന്നുമല്ല. ജലീൽ ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റു, ഇനി വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ പരിഗണിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കണമെങ്കിൽ ഈ ചാരി നിന്നിട്ടുള്ള ഏർപ്പാട് കൊണ്ട് പരിഗണിക്കപ്പെടില്ല. മറിച്ച് എന്ത് വേണം? നല്ല മെമ്പർഷിപ്പുള്ള സർട്ടിഫിക്കറ്റുള്ള CPM സർട്ടിഫൈഡ് സഖാവാവണം. അങ്ങനെ സഖാവായതാണ്. ഈ മെമ്പർഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, കൃത്യമാണ്, സർട്ടിഫൈഡ് കേഡർ സഖാവ്, അതാണ്. എന്നാൽ ഈ കേഡർ സഖാക്കളെല്ലാം ഇപ്പം ആരാണ്? സംഘാക്കളാണ്. ഏത് സംഘാക്കൾ? പിണറായി വിജയൻ ശ്രീ എമ്മിനെ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിട്ടുള്ള, മുസ്ലിമിൽ നിന്ന് ഹൈന്ദവനിലേക്കോ ഹൈന്ദവനിൽ നിന്ന് മുസ്ലിമിലേക്കോ അല്ലെങ്കിൽ ക്രൈസ്തവനിലേക്കോ കൺവേർട്ട് ചെയ്തതല്ല. കേഡർ സഖാവിൽ നിന്ന് സംഘ് പരിവാറിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിങ് പിണറായി വിജയൻ ശ്രീ എമ്മിലൂടെ നടത്തിയിട്ടുള്ള അതേ കേഡർ പദവിയിലേക്ക് മീൻസ് സർട്ടിഫൈഡ് സഖാവായിട്ട് ആര് മാറിയിരിക്കുന്നു? KT ജലീൽ മാറിയിരിക്കുന്നു. KT ജലീൽ നിരത്തുന്ന ന്യായങ്ങൾ പച്ചക്കള്ളമാണ്. ലോകത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു സംഘടനയും എന്നല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും വ്യവസ്ഥയുണ്ട്, കണ്ടീഷനുകളുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് പാർട്ടി സഖാവ് മെമ്പർ ആവണമെങ്കിൽ കൃത്യമായിട്ട് ഈ ഭൗതികതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നുള്ള ഉറപ്പ് പാർട്ടിക്ക് നൽകിയാൽ മാത്രമേ ഏത് വിശ്വാസിയാണെങ്കിലും പൂജാരിയാണെങ്കിലും പള്ളിയിൽ അച്ഛനാണെങ്കിലും മൗലവിയാണെങ്കിലും ഒക്കെ മെമ്പർഷിപ്പ് നൽകുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ വ്യവസ്ഥ. അപ്പോൾ അതില്ലെന്ന് സഖാവ് KT ജലീൽ പറയുന്നത് പച്ചക്കള്ളമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, കാവുംപുറത്തെ ചായപ്പീടികയിലുള്ള ഇരുത്തം മടുത്തു തുടങ്ങിയിരിക്കുന്നു. ജോലിയില്ല, കസേരയില്ല, ബോർഡ് വെച്ച കാറില്ല, ഒന്നും തന്നെയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാവുംപുറത്തെ ചായപ്പീടികയില്ല. വൈകുന്നേരം വന്ന് വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാലോ ഉറക്കമേ വരുന്നില്ല. അങ്ങനെ ഉറക്കമില്ല രാത്രികൾ കണ്ടിട്ട് ഭാര്യ നൽകിയ തലയിണ മന്ത്രമാണ്, നിങ്ങൾ പോയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കൂ. ആ എടുത്ത മെമ്പർഷിപ്പിന് ന്യായീകരണങ്ങൾ ഇറക്കുക. സാധാരണഗതിയിൽ സഖാവ് KT ജലീൽ എന്തിനാ ഇത്രമാത്രം ഭയപ്പെടുന്നത്? സഖാവ് KT ജലീലിന് ഇത്രമാത്രം പിന്തുണ നൽകിയ അല്ലെങ്കിൽ സഖാവ് KT ജലീലാക്കിയ പാർട്ടിക്കൊപ്പം അടിയുറച്ച് ഞാൻ സഖാവാണ്, എനിക്ക് വിശ്വാസമല്ല വലുത് എന്ന് പറയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് ഇത്ര മടി? എന്താണ് ഇത്ര ഭയം? ജലീലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു കാപട്യമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. താൻ കറകളഞ്ഞ സഖാവാണ്, തനിക്ക് വിശ്വാസമല്ല വലുത്, തനിക്ക് ഭൗതികതയാണ് വലുത് എന്ന് പറയാൻ സഖാവ് ജലീലിനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സഖാവ് ജലീൽ പച്ചക്കള്ളങ്ങൾ വിളമ്പിക്കൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്നത്. സഖാവ് ജലീൽ ഇങ്ങനെ ഒരു ന്യായീകരണം, ഒരു ക്യാപ്സൂൾ ഇറക്കാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് SKSSFൻ്റെ സംസ്ഥാന നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇതുപോലെ പങ്കുവെച്ചത്.
KT ജലീൽ CPM അംഗത്വം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് എഴുതിയതിന് തൊട്ട് പിന്നാലെ SKSFന്റെ നേതാവ് സത്താർ പന്തല്ലൂർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഒരു വിശ്വാസിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാനാകില്ല എന്നുള്ളതായിരുന്നു സത്താർ പന്തല്ലൂരിൻ്റെ വാക്കുകൾ. ആ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ടാണ് സഖാവ് ജലീൽ പറഞ്ഞത്, എവിടെയും ഒരു പാർട്ടിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടില്ല എന്ന്. എന്നാൽ കേരളത്തിലെ, ലോകത്തിലെ അല്ല, ഇപ്പം കേരളത്തിലാണല്ലോ ജലീൽ ജീവിക്കുന്നത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് ബ്രാക്കറ്റിലിട്ട ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുന്ന അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മരിച്ചുപോയ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, പാർട്ടിയുടെ വ്യവസ്ഥ ഇങ്ങനെയാ, പാർട്ടിയുടെ കണ്ടീഷൻ ഇങ്ങനെയാ. അത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാത്രമല്ല, ഇത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ്, പാർട്ടിയുടെ വ്യവസ്ഥ ഇങ്ങനെയാണ്, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് വളച്ചുകെട്ടലുകളില്ലാതെ എവിടെയും അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലല്ല, ഏത് കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ സഖാവ് കോടിയേരി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടില്ല എന്ന് സഖാവ് KT ജലീൽ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? ഓഫ് കോഴ്സ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ സഖാവിന് ജലീലിന് ഇപ്പം എന്താണ്, കമ്മ്യൂണിസ്റ്റുകാരനായണോ? ആയിക്കോ, ആവണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷേ ഇത് രണ്ടും നടക്കില്ല എന്നുള്ളത് ആരാ പറഞ്ഞത്? സഖാവ് KT ജലീൽ അംഗത്വം എടുത്ത പാർട്ടി തന്നെയാണ് പറഞ്ഞത്. ഇത് രണ്ടും നടക്കില്ല, വിശ്വാസിയാകലും കമ്മ്യൂണിസ്റ്റ് ആവലും നടക്കില്ല എന്ന് പാർട്ടിയുടെ വ്യവസ്ഥയാ. ഏതെങ്കിലും ഒന്ന്, വിശ്വാസിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല, ഇനി കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ വിശ്വാസി അല്ലാതെ ആവണം, ഭൗതികവാദിയായി മാറണം എന്നുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥ തന്നെയാണ്. അത് പാർട്ടിയുടെ ബൈലോയിൽ എഴുതി ചേർക്കപ്പെട്ട വ്യവസ്ഥ തന്നെയാണ്. ഇല്ലെന്ന് ജലീൽ പറയുന്നത് പച്ച നുണയാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ജലീലിന് കമ്മ്യൂണിസ്റ്റുകാരനാവാൻ ജലീൽ പാർട്ടിയെക്കുറിച്ച് പച്ച നുണ പറയുകയാണ്. പാർട്ടിക്ക് അങ്ങനെ ഒരു നയമുണ്ടോ? ഒരിക്കലുമില്ല. പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവനിഷേധമാണ്, മതമില്ലാതിരിക്കലാണ്, വിശ്വാസമില്ലാതിരിക്കലാണ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തല്ലി തകർക്കലാണ്, നിരീശ്വരവാദമാണ്, യുക്തിവാദമാണ്. ഇതാണ് പാർട്ടിയുടെ ലൈൻ. പാർട്ടിക്ക് ദൈവമില്ല, വിശ്വാസമില്ല, ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണല്ലോ സഖാക്കൾ അയ്യൻ്റെ പൊന്ന് കണ്ടപ്പോൾ ഭൗതികതയാണ് മനസ്സിലേക്ക് വന്നത്. ഏത് ഭൗതികത? കണ്ടത് സ്വർണമാണ്. ആ സ്വർണം വിറ്റാൽ പണം കിട്ടും, ഒരുപാട് പണം കിട്ടും, ഏറ്റവും വിലപിടിപ്പുള്ള ലോകത്തുള്ള ഏറ്റവും വലിയൊരു വസ്തുവാണ്. ഉടനടി കട്ടു, വിറ്റു, നക്കി. അയ്യൻ്റെത് എന്നുള്ള കൺസിഡറേഷൻ നൽകിയില്ല. കാരണം എന്താ? മതമില്ല, വിശ്വാസമില്ല, ദൈവങ്ങളില്ല, ഭൗതികത മാത്രമേ ഉള്ളൂ. അതല്ലേ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞത്. സ്വർണം കെട്ടത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. എന്തുകൊണ്ട് സഖാക്കൾ കെട്ടു? ദൈവമില്ലാത്തത് കൊണ്ട്, വിശ്വാസമില്ലാത്തത് കൊണ്ട്, ഭൗതികത മാത്രമേ ഉള്ളൂ. ഭൗതികമായ ഒരു വസ്തു മാത്രമാണ് സ്വർണം എന്ന് പറയുന്നത്. അതാണ് സഖാക്കളുടെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ആ സ്വർണം കട്ടു, അടിച്ചു മാറ്റി, നക്കി, മുക്കി. കൃത്യമാണല്ലോ. അപ്പോൾ ജലീൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു അല്ലേ? ഇനി ജലീലിന് എന്ത് മറുപടി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്.